Dear students, welcome to Learner's World. In this video, I'm going to talk about I. Daniel Blake, Fundamentals of Film Studies, FUGB, Semester 5, BA English Language and Literature, Calicut University. Summary of I. Daniel Blake. I. Daniel Blake is a British social realist film directed by Ken Loach and released in 2016. 2016 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് സോഷ്യൽ റിയലിസ്റ്റ് സിനിമയാണ് ഐ ഡാനിയൽ ബ്ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ഇതിൻ്റെ സംവിധായകൻ പ്രശസ്ത ബ്രിട്ടീഷ് സംവിധായകനായിട്ടുള്ള കെൻ ലോച്ച് ആണ്. ദ ഫിലിം വൺ ദ പ്രസ്റ്റീജിയസ് പാം ദ ഓർ അറ്റ് ദ ക്യാൻസ് ഫിലിം ഫെസ്റ്റിവൽ. അപ്പോൾ ഈ ഒരു സിനിമക്ക് ക്യാൻസ് ചലച്ചിത്രമേളയിൽ പാം ദ ഓർ എന്ന പരമോന്നത പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇറ്റ് ടെൽസ് എ മൂവിങ് സ്റ്റോറി ഓഫ് ഡാനിയൽ ബ്ലേക്ക്, എ 59-year-old carpenter who struggles against Britain's complicated welfare system after suffering a heart attack. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഡാനിയൽ ബ്ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള 59 വയസ്സായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ജീവിത അനുഭവങ്ങളാണ് അതിൽ വ്യക്തമാക്കുന്നത്. അതായത് ഹൃദയാഘാതത്തെ തുടർന്ന് ജോലി ചെയ്യാൻ കഴിയാതെ വന്നിട്ടും ബ്രിട്ടനിലെ സങ്കീർണമായിട്ടുള്ള വെൽഫെയർ സിസ്റ്റത്തിനോട് പോരാടേണ്ടി വന്നിട്ടുള്ള 59 വയസ്സുള്ള ഒരു കാർപ്പൻ്ററായിട്ടുള്ള ഡാനിയൽ ബ്ലേക്കിൻ്റെ ജീവിതമാണ് സിനിമ പറയുന്നത്. ത്രൂ ഡാനിയൽസ് എക്സ്പീരിയൻസസ് ദ ഫിലിം എക്സ്പോസസ് പോവർട്ടി, ബ്യൂറോക്രസി, അൺഎംപ്ലോയ്മെൻറ്റ്, ഡിജിറ്റൽ ഇലിറ്ററസി ആൻഡ് സോഷ്യൽ ഇൻജസ്റ്റിസ്. അപ്പോൾ ഡാനിയലിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ ഈ സിനിമ അവതരിപ്പിക്കുന്നത് ദാരിദ്ര്യം, ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ, തൊഴിലില്ലായ്മ, ഡിജിറ്റൽ അക്ഷരമില്ലായ്മ, അതായത് ഡിജിറ്റൽ ലിറ്ററസി, സാമൂഹിക അനീതി എന്നിവയൊക്കെ ആണ് സിനിമ ശക്തമായി അവതരിപ്പിക്കുന്നത്. It is a powerful criticism of a system that fails to treat ordinary people with dignity and compassion. അതോടൊപ്പം തന്നെ ഈ ഒരു സിനിമ സാധാരണ മനുഷ്യരെ മാനുഷികമായി പരിഗണിക്കാത്ത ഒരു വ്യവസ്ഥിതിക്കെതിരായ ശക്തമായിട്ടുള്ള ഒരു വിമർശനം കൂടിയാണ്. ദെൻ ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള കെൻ ലോച്ചിനെ കുറിച്ചിട്ട് നോക്കാം. കെൻ ലോച്ച് ഈസ് വൺ ഓഫ് ബ്രിട്ടൻസ് മോസ്റ്റ് റെസ്പെക്റ്റഡ് ഫിലിം മേക്കേഴ്സ്. ഈസ് ഫേമസ് ഫോർ മേക്കിംഗ് റിയലിസ്റ്റിക് ഫിലിംസ് അബൌട്ട് ദ ലിവ്സ് ഓഫ് വർക്കിംഗ് ക്ലാസ് പീപ്പിൾ. കെൻ ലോച്ച് എന്ന് പറയുന്നത് ബ്രിട്ടനിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ചലച്ചിത്ര സംവിധായകരിൽ ഒരാളാണ്. തൊഴിലാളി വർഗത്തിൻ്റെ ജീവിതവും അവരുടെ പ്രശ്നങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത്. ഹിസ് ഫിലിംസ് ഫോക്കസ് ഓൺ പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഇക്വാലിറ്റി ആൻഡ് വർക്കേഴ്സ് റൈറ്റ്സ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന തീം എന്ന് പറയുന്നത് പോവർട്ടി, ദാരിദ്ര്യം, പട്ടിണി, തൊഴിലില്ലായ്മ, അസമത്വം, തൊഴിലാളികളുടെ അവകാശങ്ങൾ എന്നിവയൊക്കെയാണ്. ഹി ബിഗാൻ ഹിസ് കരിയർ ഇൻ തിയേറ്റർ ബിഫോർ ജോയിനിങ് ദ BBC ആസ് എ ടെലിവിഷൻ ഡയറക്ടർ. ആദ്യം അദ്ദേഹം ഒരു നാടകവേദിയിലാണ് പ്രവർത്തിച്ചത്. പിന്നീട് BBC ടെലിവിഷൻ സംവിധായകനായിട്ട് ചേർന്നു. ഹിസ് ടെലിവിഷൻ ഡ്രാമ ക്യാതി കം ഹോം, ഇറ്റ് റിലീസ്ഡ് ഇൻ 1966, മേഡ് ഹിം ഫേമസ് ബിക്കോസ് ഇറ്റ് ഹൈലൈറ്റഡ് ദ പ്രോബ്ലംസ് ഓഫ് ഹോംലെസ്നെസ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള മൂവിയാണ് ഖാദി കം ഹോം എന്ന് പറയുന്നത്. 1966 അത് റിലീസായിട്ടുള്ളത്. ഇതൊരു ടെലിവിഷൻ നാടകമാണ്. ഹോംലെസ് ആയിട്ടുള്ള ആളുകളുടെ, അതായത് ഹോംലെസ്നെസ്, വീടും കുടിയൊന്നും ഇല്ലാതെ ഭവനരഹിതരായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച ഒരു സിനിമയാണ്. അതിന് അദ്ദേഹത്തിന് വലിയ പ്രശസ്തിയൊക്കെ നേടിയിട്ടുണ്ട്. ഹിസ് ഫസ്റ്റ് ഫീച്ചർ ഫിലിം കെസ്, ഇറ്റ് റിലീസ്ഡ് ഇൻ 1969, ഓൾസോ റിസീവ്ഡ് ഗ്രേറ്റ് അപ്രീസിയേഷൻ. വേറൊരു മൂവിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ളൊരു മൂവിയാണ് കെസ് എന്ന് പറയുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യ ഫീച്ചർ ഫിലിമാണ്. ത്രൂ ഔട്ട് ഹിസ് കരിയർ ലോച്ച് ഹാസ് കണ്ടിന്യൂഡ് ടു മേക്ക് ഫിലിംസ് ദാറ്റ് ക്രിട്ടിസൈസ് ക്യാപിറ്റലിസം ആൻഡ് സപ്പോർട്ട് സോഷ്യൽ ജസ്റ്റിസ്. അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ അദ്ദേഹം മുതലാളിത്തത്തെയും സാമൂഹിക അനീതിയെയൊക്കെ വിമർശിക്കുകയും സാമൂഹിക നീതിക്ക് വേണ്ടി, സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി പിന്തുണ നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിസ് റിയലിസ്റ്റിക് സ്റ്റൈൽ നോൺ ആസ് സോഷ്യൽ റിയലിസം മേക്സ് ഹിസ് ഫിലിം ഫീൽ നാച്ചുറൽ ആൻഡ് ബിലീവബിൾ. അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യപരമായിട്ടുള്ള സിനിമാ ശൈലിയാണ് അദ്ദേഹത്തിനുള്ളത്. സോഷ്യൽ റിയലിസം ആണ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു കഥ, ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് നോക്കാം. The film centers on Daniel Blake, a widower and skilled carpenter living in Newcastle. After suffering a serious heart attack, his doctor advised him not to return to work. അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്
ന്യൂകാസിലിൽ താമസിക്കുന്ന ഒരു വിധവനും അതുപോലെ ഒരുപാട് നല്ല കഴിവുള്ള ഒരു കാർപ്പൻറ്റർ, ഒരു ആശാരിയുമായിട്ടുള്ള ഡാനിയൽ ബ്ലേക്ക് സിനിമയിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഗുരുതരമായ ഹൃദയാഘാതത്തെ തുടർന്ന് ഡോക്ടർ അദ്ദേഹത്തോട് ജോലി ചെയ്യരുതെന്ന് നിർദ്ദേശിച്ചിരുന്നു. However, the government's work capability assessment declares him fit for work. എന്നാൽ സർക്കാരിൻ്റെ വർക്ക് ക്യാപ്പബിലിറ്റി അസസ്മെൻറ്റ് അദ്ദേഹത്തെ ജോലി ചെയ്യാൻ യോഗ്യനാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ആസ് എ റിസൾട്ട്, ഡാനിയൽ ഈസ് ഡിനൈഡ് സിക്നസ് ബെനിഫിറ്റ് ആൻഡ് ഈസ് ഫോഴ്സ് ടു അപ്ലൈ ഫോർ ജോബ് സീക്കേഴ്സ് അലവൻസ്. ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു രോഗാവസ്ഥക്ക് കിട്ടുന്ന ആനുകൂല്യം, അതായത് സിക്നസ് ബെനഫിറ്റ് ലഭിക്കാതെ പോകുന്നു. പകരം ജോലി അന്വേഷിക്കുന്നവർക്കുള്ള ഒരു സഹായധനത്തിനായിട്ട് അപേക്ഷിക്കേണ്ടി വരുന്നുണ്ട്. ഡാനിയൽ ഫേസസ് മെനി ഡിഫിക്കൽട്ടീസ് ബിക്കോസ് ഓൾമോസ്റ്റ് ഓൾ ഗവൺമെൻറ് സർവീസസ് റിക്വയർ ഓൺലൈൻ ആപ്ലിക്കേഷൻസ്. എന്നാൽ ഡാനിയലിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയാണിത്. അതായത് സർക്കാർ സേവനങ്ങളെല്ലാം ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കഴിയാത്ത ഡാനിയൽ അപേക്ഷകളൊക്കെ സമർപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹത്തിന് ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. ബീങ് കമ്പ്യൂട്ടർ ഇല്ലിട്രേറ്റ്, ഹി സ്ട്രഗിൾസ് ടു യൂസ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ഓൺലൈൻ ഫോംസ്. അതായത് അദ്ദേഹം കമ്പ്യൂട്ടർ ഇല്ലിട്രേറ്റ് ആണ്, അതായത് കമ്പ്യൂട്ടറിൽ വലിയൊരു വിവരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥ വരുന്നുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് റിസീവിങ് ഹെൽപ്പ്, ഹി ഈസ് ട്രീറ്റഡ് വിതൗട്ട് സിമ്പതി ബൈ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഹു സ്ട്രിക്ട്ലി ഫോളോ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. എന്നാൽ അവിടെയുള്ള ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സഹായിക്കുന്നതിന് പകരം അവിടുത്തെ നിയമങ്ങളും നടപടിക്രമങ്ങളും മാത്രം പാലിക്കുന്നു. ഇതുമൂലം ഡാനിയലിന് വലിയ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നു. ഡ്യൂറിങ് ഹിസ് വിസിറ്റ് ടു ദ ജോബ് സെൻറ്റർ, ഡാനിയൽ മീറ്റ്സ് കാറ്റി, a young single mother who has recently moved to Newcastle with her 2 children after becoming homeless. അപ്പോൾ ജോബ് സെൻറ്ററിൽ വെച്ചാണ് ഡാനിയൽ കാറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗിൾ മദറിനെ, ഒരു യുവതിയെ പരിചയപ്പെടുന്നത്. 2 മക്കളുമായിട്ട് ന്യൂകാസിലേക്ക് താമസം മാറിയ ഒരു സിംഗിൾ മദറായിരുന്നു കാറ്റി. She is also trapped in the welfare system and faces severe financial problems. Daniel develops a close friendship with Katie and supports her by preparing furniture, helping with household work and caring for her children. ഡാനിയലും കാറ്റിയും അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലായി. ഡാനിയൽ അവളുടെ വീട്ടുപണികളിൽ സഹായിക്കുകയും ഫർണിച്ചറുകളൊക്കെ നന്നാക്കുകയും കുട്ടികളെ നോക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. Their friendship shows the importance of kindness and humanity during difficult times. അപ്പോൾ ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും അവരുടെ ആ ഒരു സൗഹൃദം ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ഭാഗമായിട്ട് നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയും. Carrie's condition becomes worse as she struggles to provide food for her family. അങ്ങനെ പോകെ കാറ്റിയുടെ അവസ്ഥ വലിയ മോശത്തിലായി. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായപ്പോൾ കാറ്റിക്ക് കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ പോലും കഴിയുന്നില്ല. In one of the most emotional scenes in the film, she visits a food bank and, driven by extreme hunger, opens a tin of food and begins eating immediately. അങ്ങനെ അവൾ ആ ഒരു ബുദ്ധിമുട്ടിൽ അവളൊരു ഫുഡ് ബാങ്കിൽ പോകുന്നു. അവൾക്ക് അതിയായ വിശപ്പുണ്ട്. ആ വിശപ്പിനെ തുടർന്ന് അവൾ ഭക്ഷണം തുറന്ന് ഉടൻ തന്നെ കഴിക്കുന്ന ഒരു രംഗം സിനിമയിൽ ഏറ്റവും വികാരഭരിതമായിട്ടുള്ള ഒരു രംഗങ്ങളിലൊന്നായിട്ട് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാകും. ലേറ്റർ, ഔട്ട് ഓഫ് ഡെസ്പറേഷൻ, ഷീ ഈവൻ കൺസിഡേഴ്സ് prostitution to support her children. These scenes reveal the painful realities of poverty and social neglect. അങ്ങനെ പിന്നീട് കുട്ടികളെ പോറ്റാനായിട്ട് അവൾ പ്രോസ്റ്റിറ്റ്യൂഷൻ, വേശ്യാവൃത്തിയെക്കുറിച്ചിട്ട് പോലും ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈ രംഗങ്ങളൊക്കെ ദാരിദ്ര്യത്തിൻ്റെ കഠിന യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്നുണ്ട്. Daniel continues to fight against the unfair welfare system by appealing the government's decision. അങ്ങനെ ഡാനിയൽ ഈ ഒരു അന്യായമായിട്ടുള്ള തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകുകയും തൻ്റെ അവകാശങ്ങൾക്കായി പോരാടുകയൊക്കെ ചെയ്യുന്നു. Before his appeal can be heard, he suffers another heart attack and dies. At his funeral, Katie reads the speech Daniel had prepared for his appeal. അങ്ങനെ അപ്പീൽ കേൾക്കുന്നതിന് മുമ്പ് ഡാനിയലിന് വീണ്ടും അറ്റാക്ക് സംഭവിക്കുകയും അവിടെ മരണപ്പെടുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിൽ കാറ്റി അപ്പീലിനായിട്ട് ഡാനിയൽ തയ്യാറാക്കിയ പ്രസംഗം വായിക്കുന്നുണ്ട്. അതിൽ ഡാനിയൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു:
In it, Daniel says, I'm not a blip on a computer screen or a national insurance number. ഞാനൊരു കമ്പ്യൂട്ടർ സ്ക്രീനിലെ ഒരു നമ്പറല്ല, ഒരു നാഷണൽ ഇൻഷുറൻസ് നമ്പറല്ല, ഞാനൊരു മനുഷ്യനാണ്. ഐ എം എ മാൻ. ദീസ് വേർഡ്സ് എക്സ്പ്രസ് ദ ഫിലിം സെൻട്രൽ മെസ്സേജ് ദാറ്റ് എവറി പേഴ്സൺ ഡിസേർവ് ഡിഗ്നിറ്റി, റെസ്പെക്റ്റ് ആൻഡ് കമ്പാഷൻ. ഈ ഒരു വാക്കുകൾ സിനിമയുടെ പ്രധാന സന്ദേശം വ്യക്തമാക്കുന്നുണ്ട്. ഓരോ മനുഷ്യനും അന്തസ്സും ബഹുമാനവും അർഹിക്കുന്നവരാണ്. ദെൻ മേജർ തീംസ്, ഈ ഒരു സിനിമയുടെ പ്രധാന പ്രമേയങ്ങൾ നോക്കാം. ദ സെൻട്രൽ തീം ഓഫ് ദ ഫിലിം ഈസ് സോഷ്യൽ ഇൻജസ്റ്റിസ്. ഇറ്റ് ഷോസ് ഹൗ ആൻ അൺകെയറിംഗ് വെൽഫെയർ സിസ്റ്റം ഫെയിൽസ് ടു പ്രൊട്ടക്ട് ദ പൂവർ ആൻഡ് വൾണറബിൾ. അപ്പോൾ സിനിമയുടെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് സാമൂഹിക അനീതിയാണ്. ദരിദ്രരെയും ദുരിതം അനുഭവിക്കുന്നവരെയും സംരക്ഷിക്കുന്നതിൽ നിന്ന് വെൽഫെയർ സിസ്റ്റം പരാജയപ്പെടുന്നതാണ് ഈ സിനിമയിൽ കാണുന്നത്. അണ്ടർ ഇമ്പോർട്ടൻറ്റ് തീം ഈസ് ബ്യൂറോക്രസി വേർ റൂൾസ് ബിക്കം മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഹ്യൂമൻ ലിവ്സ്. മറ്റൊരു പ്രമേയം എന്ന് പറയുന്നത് ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥാധിപത്യമാണ്. ഇവിടെ നിയമങ്ങൾ മനുഷ്യജീവിതത്തേക്കാൾ പ്രധാനപ്പെട്ടതാകുന്നു. ദ ഫിലിം ഓൾസോ എക്സ്പ്ലോർസ് പോവർട്ടി, ഷോയിങ് ഹൗ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഡിലേഡ് വെൽഫെയർ പേയ്മെൻറ്റ് പുഷ് പീപ്പിൾ ഇൻ ടു ഹങ്കർ ആൻഡ് ഡെസ്പറേഷൻ. മറ്റൊരു തീം എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്, പോവർട്ടി, പട്ടിണി. തൊഴിലില്ലായ്മയും ക്ഷേമ പദ്ധതികളിലെ കാലതാമസവും ആളുകളെ പട്ടിണിയിലേക്കും നിരാശയിലേക്കും ഒക്കെ തള്ളിവിടുന്നതായിട്ട് സിനിമ കാണിക്കുന്നു. അനദർ സിഗ്നിഫിക്കൻറ്റ് തീം ഈസ് ഹ്യൂമൻ ഡിഗ്നിറ്റി. മനുഷ്യൻ്റെ അന്തസ്സാണ് മറ്റൊരു തീമായിട്ട് വരുന്നത്. ഡാനിയൽ റിപ്പീറ്റഡ്ലി റിമൈൻഡ് സൊസൈറ്റി ദാറ്റ് പീപ്പിൾ ഷുഡ് നെവർ ബി ട്രീറ്റഡ് ആസ് നമ്പേഴ്സ് ഓർ ഫയൽസ്. സിനിമയിൽ ഡാനിയൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ഒരു മനുഷ്യനെയും ഒരു നമ്പറായോ ഫയലായോ കാണരുത് എന്ന് പറയുന്നുണ്ട്. ദ ഫിലിം ഓൾസോ ഹൈലൈറ്റ്സ് ദ ഡിജിറ്റൽ ഡിവൈഡ്, ഷോയിങ് ഹൗ ഓർഡർ പീപ്പിൾ ഹു ലാക്ക് കമ്പ്യൂട്ടർ സ്കിൽസ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം എസെൻഷ്യൽ പബ്ലിക് സർവീസസ്. ഡിജിറ്റൽ ഡിവൈഡ് എന്ന വിഷയവും സിനിമ അവതരിപ്പിക്കുന്നു. അതായത് കമ്പ്യൂട്ടർ വിവരമൊന്നും ഇല്ലാത്ത പ്രായമായിട്ടുള്ള ആളുകൾക്ക് സർക്കാർ സേവനങ്ങൾ ലഭിക്കാതെ പോകുന്ന അവസ്ഥയാണ് ഈ സിനിമയിൽ കാണുന്നത്. Finally, the friendship between Daniel and Katie demonstrate that kindness, compassion and mutual support can help people survive even the hardest situations. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത ഈ ഒരു സിനിമയിൽ, അതായത് സൗഹൃദവും കരുണയും മനുഷ്യരെ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്ന് ഡാനിയലിൻ്റെയും കാറ്റിയുടെയും ബന്ധത്തിലൂടെ ഈ സിനിമ വ്യക്തമാക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സിനിമനെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, Daniel Blake is a powerful and emotional film that exposes the weaknesses of Britain's welfare system. ഡാനിയൽ ബ്ലേക്ക് എന്ന് പറയുന്നത് ബ്രിട്ടനിലെ വെൽഫെയർ സിസ്റ്റത്തിൻ്റെ പോരായ്മകളെ ശക്തമായി വിമർശിക്കുന്ന ഒരു മികച്ച സോഷ്യൽ റിയലിസ്റ്റ് സിനിമയാണ്. ത്രൂ ദ ലിവ്സ് ഓഫ് ഡാനിയൽ ബ്ലേക്ക് ആൻഡ് കേറ്റി, കെൻ ലോച്ച് പ്രസൻറ്റ് ദ സ്ട്രഗിൾസ് ഫേസ്ഡ് ബൈ ഓർഡിനറി പീപ്പിൾ ലിവിങ് ഇൻ പോവർട്ടി. അപ്പോൾ ഡാനിയൽ ബ്ലേക്കിൻ്റെയും